വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ ഫാമിലി ആയിട്ട് ഒരു ഇടം വരെ പോകുകയെന്ന് നിങ്ങളോട് ഞാൻ ഷോർട്സിൽ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരുമായിട്ട് സഡൻലി പ്ലാൻ ചെയ്തൊന്നും അല്ല കേട്ടോ, ഇത് പെട്ടെന്നാണ് ഒരാവശ്യം വന്നിട്ട് നമ്മൾ പോകുന്നത്. പ്രതീക്ഷിക്കാതെ നമ്മുടെ ഒരു വീട്ടിലൊരു കാര്യം നടന്നു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഷോക്കും ആയി, അതേപോലെ നമുക്ക് കാണേണ്ട ഒരു ആവശ്യവും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇതേ ഫാമിലി ആയിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് പോകുന്നത് കുറേ നാൾ കൂടിയാണ്. അപ്പോൾ ദേ ഞങ്ങൾ കോയിൻസിഡൻസ്ലി ഞാനും അമ്മയും കൂടി ഒരു ചുരിദാർ ഇട്ടിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. ഒരേപോലത്തെ ഡിസൈനിലുള്ള ചുരിദാർ ഇട്ട് ഇറങ്ങുകയാണ്. അപ്പം ഞങ്ങളിത് ഈ ബസ്സിലാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ ഡാവിക്കുട്ടൻ ബസ്സിൽ ഇരുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡോടെ, നമ്മുടെ ഡാഡി ഇല്ലാത്തതുകൊണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ബസ്സിൽ പോകുന്നത്. അപ്പോൾ എല്ലാവരുമായിട്ട് നമുക്ക് പോകാനുള്ളൊരു എപ്പോഴും നമ്മൾ ഫാമിലി ഡാഡിയായിട്ട് പോകുമ്പോൾ നമുക്ക് ബസ്സോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഇത് നമുക്കൊരു വെറൈറ്റി ട്രിപ്പ് ആകട്ടെ എന്നുള്ള രീതിയിൽ പിള്ളേർക്കും ഒരു ഇതാകട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ നമ്മൾ ബസ്സിൽ പോകുന്നത് വേറെ വൈബ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ അമ്മായിമാരും കുഞ്ഞിപ്പെണ്ണും ഉണ്ണിപ്പോപ്പയും അപ്പാപ്പനും അമ്മാമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ ഫോർട്ട് കൊച്ചിയിലാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമ്മുടെ തുറന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതേ ഫോർട്ട് കൊച്ചിയിൽ ഇതേ ജങ്കാർ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത് പോകുന്നത് ഒട്ടും പ്ലാൻഡ് അല്ലാത്തൊരു ട്രിപ്പായിരുന്നു. കാരണം നമ്മുടെ വല്യച്ഛന് പെട്ടെന്നൊരു ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുമായിട്ട് ഒരുമിച്ച് ഇങ്ങനെ ഒരു കൂടുന്ന ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ ചേച്ചീനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ ചേച്ചിയൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, തപസ്യയും ചേച്ചിയൊക്കെ. അപ്പോൾ അവളെയൊക്കെ കാണാൻ നമുക്ക് കുറേ നാളായി അവരെയൊക്കെ കണ്ടിട്ട്. നമ്മുടെ ഡാവിക്കുട്ടനെ 10 മാസം 11ാമത്തെ മാസം ആയല്ലോ. അപ്പോൾ അതിന് മുമ്പ് പരിപാടിക്ക് കണ്ടതാണ് ഇവരെല്ലാവരും. അപ്പോൾ ഞങ്ങളിത് ജങ്കാറ് കാത്ത് നിൽക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, നല്ല തിരക്ക്. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് ചിരിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് കുറേ നേരം പിള്ളേർ ഈ അമ്മ അവിടെ പോയി നിന്ന് ഈ സാധനം പായലോ അതിങ്ങനെ കൂടി തിരയടിക്കുന്ന കാണുമ്പോൾ ഇങ്ങനെ കൂടിയൊക്കെ വരും കേട്ടോ. അപ്പം അമ്മ അതൊക്കെ എനിക്ക് കാണിച്ചു തരാണ്, നമ്മളെ അത് വീഡിയോ എടുക്കുക ഇത് വീഡിയോ എടുക്കുക. അപ്പം അമ്മാമ്മയും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അമ്മാമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ പോകുന്നതിൽ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ കൂടെ പപ്പയുണ്ട്. അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടൻ ജങ്കാർ കയറി കഴിഞ്ഞപ്പം ഒരു ഭയങ്കര എന്താണിത്, എവിടെയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും അതിശയിച്ച് നോക്കുമായിരുന്നു കേട്ടോ കുഞ്ഞ്. അപ്പോൾ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടാ ഇതിപ്പോൾ 2-3 പ്രാവശ്യമായി കയറുന്നത്. അപ്പോൾ ആൾക്കാർ ഭയങ്കര എക്സ്പീരിയൻസ് കണക്ക് സീറ്റിലൊക്കെ മുട്ടൊക്കെ കുത്തി നിന്നിട്ടാണ് കേട്ടോ വ്യൂവും കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മളിതേ ജങ്കാറ് കയറി എത്താറായി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ട്വിസ്റ്റൊക്കെ നടക്കും കേട്ടോ. അമ്മാമ്മയുടെ സാധനമൊക്കെ കളഞ്ഞു പോവും. എന്ത് സാധനമാണെന്നുള്ളതൊക്കെ ഞങ്ങൾ ലാസ്റ്റ് വീഡിയോക്കകത്ത് പറയാം. അപ്പാപ്പൻ്റെ നിന്ന് വഴക്ക് കേട്ടോ അമ്മാമ്മ ഒരു വഴിയാവും. ഞങ്ങളിതേ അങ്ങനെ ബോട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ ഒരു രസമാണ് കേട്ടോ. എനിക്കൊരു രസവും വഴക്കി കൂടെ നിൽക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് അയ്യോ അമ്മ അതെന്താന്നൊക്കെ ഓർക്കും കേട്ടോ. അപ്പം നമ്മുടെ വല്യച്ഛന് ഇതേ പാടില്ലാത്ത കാരണം നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ അവർ സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ കയറിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതെ നമ്മളതൊക്കെ പിറക്കിയെടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ആദ്യം ഞാൻ ഷോപ്പിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതിന് മിഠായിയൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ, ഒരു സ്റ്റിക്കി കണക്കത്തെ മിഠായി. അത് നമ്മൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇത് ഇവിടെ രണ്ടുപേരും കൂടി പോയി നിൽക്കുന്നതാണ് കേട്ടോ. അടുത്ത മിഠായിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതേ അമ്മാമ്മയുടെ കണ്ണിൽ പെട്ട് അമ്മാമ്മ ജംസ് എടുത്ത് കൊടുക്കുന്നതാണ് കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ ഇത് കഴിക്കുന്നതൊന്നും നല്ല കാര്യമൊന്നും അല്ല. കളറ് ഇപ്പോൾ ഭയങ്കര കെമിക്കലായിട്ട് വരുന്ന സമയമാണല്ലോ. പിള്ളേരോട് പറഞ്ഞിട്ട് എന്താ കാര്യം, വല്ലപ്പോഴൊക്കെ കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്നും പറഞ്ഞാണ് അവൻ. നമ്മുടെ ഡാവിക്കുട്ടൻ നമ്മുടെ ഉണ്ണിപ്പോപ്പയുടെ കയ്യിലാണ് കേട്ടോ ഇരിക്കുന്നത്. ആളിങ്ങനെ ഇന്ന ആളൊന്നും ഇല്ല കേട്ടോ, എല്ലായിടത്തും പോവും. പ്രത്യേകിച്ച് ആമ്പിള്ളേർ ചേട്ടായിമാരത്തൊക്കെയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളിതേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇറങ്ങുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. കുറേ നേരം നമ്മൾ വൈപ്പിനിൽ വന്നിട്ട്, അതായത് വൈപ്പിനിലേക്ക്, അത് തന്നെ വൈപ്പിൽ നമ്മൾ ബോട്ട് കയറി വൈപ്പിലേക്ക് വന്നിട്ട് കുറേ നേരം നിന്ന് കേട്ടോ. പോസ്റ്റായെന്ന് വേണം പറയാൻ. കാരണം ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ടിട്ട് തിരക്കായിരുന്നു. അവിടുന്ന് നമ്മളിതേ പുക്കാടേക്കുള്ള ബസ്സാണ് കേട്ടോ കയറിയേക്കുന്നത്. നായരമ്പലം അല്ല, ഇളങ്കുന്നപ്പുഴ. നായരമ്പലം നമ്മുടെ ദീപമ്മായുടെ വീടാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഫ്രണ്ട് സൈഡിലുള്ള സീറ്റ് തന്നെ ബസ്സിൽ കിട്ടി കേട്ടോ. കുറേ നാൾക്ക് ശേഷം നമ്മുടെ ഡാവിക്കുട്ടൻ ആദ്യമായിട്ടാണ് ബസ്സിൽ കയറുന്നത്.
അപ്പം നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് അമ്മ വീട്ടിലേക്ക് എപ്പോഴും നായരമ്പലത്ത് ബസ്സിലോട്ട് പോകുന്നത് കാരണം അവൾക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള കണക്കാണ് കേട്ടോ. അവിടെ ഒരു കുഞ്ഞ് സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് പിടിച്ചിരിക്കുന്നതൊക്കെ കാണാൻ രസമാണ്. അപ്പോൾ ദേ നമ്മളെല്ലാവരും കൂടി ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് സൈഡിലോട്ട് ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പുക്കാട് ഇറങ്ങി. അവിടുന്ന് ഓട്ടോറിക്ഷയിലേക്ക് വേണം കേട്ടോ നമ്മുടെ ഈ പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ 2 ഓട്ടോറിക്ഷയിലാണ് കേട്ടോ. നമ്മുടെ മുമ്പിൽ പോകുന്ന ഓട്ടോറിക്ഷയിൽ അമ്മായിമാരും പിള്ളേരും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പുറകേതേ ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പാലം ഇത് കോൺക്രീറ്റ് പാലമാണ് കേട്ടോ. അവിടെ 2-3 ഇതാണ് നമ്മുടെ അവിടുത്തെ ഫസ്റ്റ് പാലം. നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോൺക്രീറ്റ് പാലം കടന്ന് നമുക്ക് പോകണം. അപ്പോൾ ദേ ഞങ്ങൾ ഓരോ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നിങ്ങൾ നല്ല വ്യൂ ആണ് കേട്ടോ. നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും ഈ സ്ഥലത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട്, നമുക്ക് ഇവിടെ നിൽക്കാൻ ഒരു റിസോർട്ടിലൊക്കെ നിൽക്കുന്ന ഫീല് വരും നമ്മുടെ വല്യമ്മച്ചിയുടെ വീട്ടിൽ വരുമ്പോൾ കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയാണ് വരുന്നതെന്ന്. അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ വല്യച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഫാമിലി ആയിട്ട് പോയേക്കുന്നത്. അപ്പോൾ നമ്മുടെ ചേച്ചിയൊക്കെ വരുമെന്ന്. അപ്പോൾ ചേട്ടനും ചേച്ചീനെയൊക്കെ കാണാൻ നമുക്ക് ഒരുമിച്ച് എല്ലാവരുമായിട്ട് ഒരു ദിവസം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഈ ചെളിയൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത്. പക്ഷേ ഈ ചെളിയുടെ മണമൊന്നും കാര്യങ്ങളും അങ്ങനെ വലുതായിട്ടില്ല. പക്ഷേ ആ ചെളി ചവിട്ടുമ്പോൾ അങ്ങ് ക്ലേ കണക്കങ്ങ് കാലങ്ങ് പതിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ വഴിയിലൊക്കെ കൂടി അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നടന്ന് നമ്മുടെ വല്യമ്മച്ചിയുടെ വീടാണ് കേട്ടോ ഈ കാണുന്നത്. ആ പാലം കയറി ഇങ്ങേ അറ്റത്തെ വഴിയിലാണ് നമ്മുടെ വല്യമ്മച്ചിയുടെ വീട്. അപ്പോൾ ഇവിടെ വാതിക്കൽ തന്നെ ഇതേ കണക്ക് പൊക്കത്തും ഉണ്ട് കേട്ടോ ഈ ഒരു കസേര. ജോക്കുട്ടൻ്റെ ഡാഡി ഈ കസേര വേണമെന്നും പറഞ്ഞ് കുറേ നാളായി നടക്കുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ വല്യമ്മച്ചിയും വല്യച്ഛനും. ഞാൻ അവരുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലില്ലായിരുന്നു കേട്ടോ അവരുടെ ഫോട്ടോ. അപ്പോൾ എനിക്കൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വേണമെന്ന് ഓർത്ത് ഞാൻ ഫോട്ടോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടി വീഡിയോ കാണിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്കുള്ള കുറേ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വന്നു നമ്മൾ അങ്ങനെ കുറേ വർത്താനമൊക്കെ പറഞ്ഞ് വല്യച്ഛനെ കാണും. വല്യച്ഛൻ അങ്ങനെ പൊക്കത്ത് പോയി വല്യച്ഛൻ ഇങ്ങനെ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുകയല്ലേ. അപ്പോൾ നമുക്ക് അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്നും കാണാൻ പറ്റിയില്ല, എടുത്തില്ല എന്ന് വേണം കേട്ടോ പറയാൻ. ഞങ്ങളെല്ലാവരും കൂടി ഫസ്റ്റ് പോയി വല്യച്ഛനെ കണ്ടു, തിരിച്ചിറങ്ങി. പിന്നെ ഞങ്ങൾ ഉച്ച സമയത്തായതുകൊണ്ട് വല്ലമ്മച്ചിക്ക് പണിയായിപ്പോയി. അപ്പോൾ ഞങ്ങളത് ഫുഡൊക്കെ കഴിക്കുക. അപ്പോൾ ചേച്ചി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവളെന്നെ കളിയാക്കുന്നതാണ് കേട്ടോ കാണുന്നത്. ഇത് ഞങ്ങളത് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിങ്ങനെ വർത്തമാനം പറയുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ എല്ലാവരും കൂടി കിട്ടിക്കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ കലാപരിപാടി. ഇത് വൈകുന്നേരം നമ്മുടെ ചേട്ടൻ നിൽപ്പുണ്ട്. അപ്പോൾ ചേട്ടയുടെ കല്യാണ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത് ഉടനെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചു, വീട്ടിലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ വല്യച്ഛൻ പൊക്കത്താണ് കേട്ടോ, അതായത് വീടിൻ്റെ പൊക്കത്തെ നിലയിലാണ് കിടക്കുന്നത്. അപ്പോൾ ചേച്ചിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ കുറേ നാൾക്ക് ശേഷം കണ്ടതുകൊണ്ട് ഒരു പ്രത്യേക സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ കുറേ തമാശകളും വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിത് തിരിച്ച് നമ്മുടെ തപസി ചേച്ചിക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇറങ്ങുന്നതാണ് കേട്ടോ നമ്മുടെ ഡാവിക്കുട്ടൻ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ വീഡിയോ എന്ന് ഞാൻ പറയില്ല കേട്ടോ. തിരിച്ചു പോകുന്നുള്ള വഴിയിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വല്യമ്മച്ചി ഫുൾ ഓൺ ഹാപ്പി. വല്യച്ചി ഞങ്ങൾ ഒരു ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. ഫോട്ടോ ഞാൻ സൈഡിൽ ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കാം. അങ്ങനെ ഞങ്ങളിത് എല്ലാവരെയും കൂടി ഞങ്ങളാക്കാൻ വേണ്ടിയിട്ട് വല്യമ്മച്ചി ആ പാലം വരെ വരും കേട്ടോ. വല്യമ്മച്ചിയും വരും, ചേട്ടയും വരും. കാരണം ഇവിടുന്ന് നമുക്ക് ഞായറാഴ്ച ആയതുകൊണ്ട് ബസ്സൊക്കെ കിട്ടാൻ അത്യാവശ്യം ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചേട്ടയൊക്കെ വണ്ടി എടുത്തിട്ട് പിന്നെ ഓട്ടോറിക്ഷ പോയി വിളിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുവന്നാക്കിയത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെത്തി കേട്ടോ. ഞാൻ ഈ ചെറിയ ക്ലിപ്പിങ്സ് എടുത്ത് നിങ്ങൾ ഇടയ്ക്കൊക്കെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണെന്ന്. കാരണം ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും കേട്ടോ വീഡിയോ എടുക്കാൻ നമ്മൾ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അമ്മയുടെ ഒരു സാധനം കളഞ്ഞു പോയെന്ന് പറഞ്ഞില്ലേ, അത് ഈ വരുന്ന ജങ്കാറിലട്ടോ അല്ല കേട്ടോ. കാരണം 2 ജങ്കാറുണ്ട് ഈ ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട്. വോൾവോ അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഇതിൻ്റെ ജങ്കാറെന്നുള്ള ഇതാണോ എന്താണെന്ന് നമുക്കറിയില്ല. ഞാനതങ്ങനെ പറഞ്ഞ് ശീലിച്ചേക്കുന്ന കാരണം ജങ്കാറ്. അപ്പോൾ ഇതെന്താണ് ഈ ഒരു വണ്ടിക്കൊരു പേര് പറയും, ഞാൻ വിട്ടുപോയി. അപ്പോൾ അറിയാവുന്നുള്ളൊരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വോൾവോ അല്ല കേട്ടോ, എന്തൊക്കെയോ അബദ്ധങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഈ 2 ജങ്കാറും എനിക്കറിയുന്നതിൽ പറയാമല്ലോ. അപ്പോൾ ഈ ജങ്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇതിനകത്ത് വെച്ച് ഞങ്ങളുടെ കൊട നഷ്ടപ്പെട്ടു. അതിന് അമ്മയ്ക്ക് ഒത്തിരി പപ്പയുടെ നിന്ന് വഴക്കം കേട്ടു. ഞങ്ങളിത് തിരിച്ചു പോകുന്ന വഴി കപ്പലണ്ടി ചവയ്ക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഈ സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരമാണ് കേട്ടോ. നല്ല വ്യൂസായിട്ടും നല്ലൊരു തണുപ്പും എന്ത് ഭംഗിയായിരുന്നറിയാമോ ഈ വ്യൂ ഒക്കെ കാണാൻ. നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ചിൽ നിന്ന് നടക്കുമ്പോൾ നമുക്ക് ഈ ഒരു മനോഹരവും
ആ ഒരു വൈബൊന്നും ഫീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ആ ഒരു ട്രാവലിങ് നമ്മൾ ആ ജങ്കാറിൽ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അടിപ്പം ഭംഗിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഭംഗിയായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നതിനുപരി ഇത് കാണുമ്പോൾ ഒത്തിരി ഒത്തിരി ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ കണ്ടു. ഇപ്പോൾ ഈ വീഡിയോക്കകത്ത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ എൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര ഗുമ്മടിച്ച് തള്ളു പറയുകയെന്ന്. അല്ല കേട്ടോ, നമ്മൾ ആ ഒരു 5 to 6 ടൈമൊക്കെ എന്ന് പറയുന്നത് ഈ ഒരു വ്യൂവിനൊക്കെ പറ്റിയ ഒരു ടൈമാണ്. അങ്ങനെ ഞങ്ങളിതേ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് കയറി. ഹോപ്പ് യു ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ. താങ്ക് യു.